നമസ്കാരം, ഞാൻ ഷെഫ് സജിത്. ഞാൻ ഏകദേശം ഒരു 13 വർഷമായി ഈ ഒരു പ്രൊഫഷനിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പഠിക്കാൻ പോയ സമയത്തൊക്കെ എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. നീ എന്താ കഞ്ഞിയും പയറും വെക്കാൻ പോകണം, അല്ലെങ്കിൽ പൊറോട്ട അടിക്കാൻ പോകണം, ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അന്നൊന്നും അത്രയ്ക്കും ഷെഫ് എന്നൊരു ഇത് പോപ്പുലർ ആയിട്ടില്ല. ഏകദേശം കുറച്ച് ആൾക്കാർക്ക് അറിയാം, പക്ഷെ ഇത്രയും പോപ്പുലർ ആയിട്ടില്ല ഷെഫ് എന്നൊരു ജോബ്. ചെയ്യുന്ന ഓരോ പൊസിഷനുകൾ കയറി കയറി ഓരോ എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മളൊരു എക്സിക്യൂട്ടീവ് ഷെഫ് എന്നൊരു പോസ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഒരു എക്സിക്യൂട്ടീവ് ഷെഫ് അല്ലെങ്കിൽ ഒരു കിച്ചന്റെ ഒരു ഇൻചാർജ് ഒക്കെ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കുക്ക് അല്ലെങ്കിൽ ഷെഫ് എന്നതിന്റെ ഒരു വ്യത്യാസം. അത് ഒരുപാട് പേർക്ക് അറിയില്ല. ഷെഫ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വേർഡാണ്. ഫ്രഞ്ച് വേർഡ് ഷെഫ് ദി കുസീൻ എന്നൊരു വാക്കിൽ നിന്നാണ് ഷെഫ് എന്ന് അറിയപ്പെടുന്നത്. കുക്ക് എന്നൊക്കെ പറയുമ്പോൾ അവൻ പ്രത്യേകിച്ച് പ്രൊഫഷണൽ ആവണമെന്നില്ല. അവൻ്റെ ജോബ് വരുന്നത് വെച്ചാൽ അവൻ കണ്ടിന്യൂ വർക്ക് ചെയ്യുക, പാചകം മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയം ഒരു ഷെഫ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു കിച്ചൺ ഫുൾ ഹാൻഡിൽ ചെയ്തായിരിക്കും, ഒരു ടീമിനെ ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായിരിക്കും ഒരു ഷെഫ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഷെഫിന് അവൻ്റെതായ ക്രിയേറ്റിവിറ്റിയുടെ ഓരോ ഡിഷുകൾ ചെയ്യുകയും പുതിയ പുതിയ മെനുകൾ തയ്യാറാക്കുകയും അതുപോലെ അവന് സ്വന്തം ടീമിനെ ഹാൻഡിൽ ചെയ്യുക, അതുപോലെ ഡ്യൂട്ടി ഷെഡ്യൂൾ തീരുമാനിക്കുക. ഇതൊക്കെയായിരിക്കും ഒരു ഷെഫിന്റെ ഒരു വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി നിന്ന് ഫുഡ് അടിക്കുക കാര്യങ്ങൾ, അവർക്ക് വേറെ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കിച്ചന്റെ ഉത്തരവാദിത്തം ഫുള്ള് ആ ഒരു ഷെഫിന്റെ തലയിലായിരിക്കും. അത്ര എക്സ്പീരിയൻസ് ആണ് അത്. ഓരോരുത്തർ പഠിച്ചു വരുന്നതും അവരുടെ വളർന്നു വരുന്നതുമായ എക്സ്പീരിയൻസ് ആണ് കുക്കിനെ ഷെഫിലേക്ക് കൊണ്ടുപോകുന്നത്.